ആയിട്ടുള്ള ഫലാഫലും അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഒരു തഹിനി സോസുമാണ് ഉണ്ടാക്കുന്നത്. ഈ ഫലാഫൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വെള്ളക്കടല വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു സ്നാക്കാണ്. ഇപ്പം ഇതിപ്പോൾ നോമ്പിൻ്റെ ഒക്കെ ഒരു സമയമാണല്ലോ, അപ്പം നോമ്പ് തുറക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണിത്. പിന്നെ എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്കും ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. കാരണം സാധാരണ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ അത് പിറ്റേ ദിവസം വീണ്ടും ആ വീഡിയോ പിടിച്ച് ആ മിസ്റ്റേക്കൊക്കെ കറക്റ്റ് ചെയ്തിട്ടാണ് ഞാൻ എപ്പോഴും വീഡിയോ ഇടാറുള്ളത്. പക്ഷെ ഇപ്രാവശ്യം ഞാൻ വിചാരിച്ചു അതും നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാന്ന്. കാരണം എപ്പോഴും എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് മാത്രം വീഡിയോസ് കാണിച്ചാൽ പോരല്ലോ. നമുക്ക് പറ്റുന്ന മിസ്റ്റേക്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാണെങ്കിൽ അത് നിങ്ങൾക്കും ഒരു ഹെൽപ്ഫുൾ ആവുമല്ലോ. അപ്പം നമുക്കിത് എങ്ങനെയാണോ ഉണ്ടാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം. അപ്പം നമുക്ക് ഫലാഫൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ 1 കപ്പ് വെള്ളക്കടല കുതിർത്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ പച്ചയ്ക്ക് തന്നെ ഇനി ഇത് ഗ്രൈൻഡ് ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 24 മണിക്കൂർ കുതിർത്തെടുത്താൽ അത്രയും നല്ലതാണ്. അപ്പോൾ ഇന്ന് വൈകുന്നേരമാണ് നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നതെങ്കിൽ തലേദിവസം വൈകുന്നേരം ഇത് കുതിരാനായിട്ട് ഇടണം. പിന്നെ വേണമെങ്കിൽ ഇതൊരു 12 മണിക്കൂറോ 15 മണിക്കൂറോ കുതിർത്തതിന് ശേഷം ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഇനി ഇതിവിടെ ഒരു ഫുഡ് പ്രോസസ്സറിൽ ഇട്ടിട്ടാണ് ഇത് അരച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിലാവുമ്പോൾ നമുക്ക് ഒറ്റ ട്രിപ്പിന് തന്നെ അരച്ചെടുക്കാൻ പറ്റും. ഇനി മിക്സിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു 2 പ്രാവശ്യമായിട്ട് നമ്മൾ ഗ്രൈൻഡ് ചെയ്തെടുക്കേണ്ടി വരും. അതുപോലെ ഇനി നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാതെയാണ് ഇത് അരച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഒരു 10-20 സെക്കൻഡ് ഗ്രൈൻഡ് ചെയ്തെടുത്തപ്പോൾ തന്നെ ഇത് ഏകദേശം നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. എങ്കിലും ഒന്നും കൂടി നന്നായിട്ടൊന്ന് ഇളക്കിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഒന്നും കൂടി ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഇനി മിക്സിയിലാണ് ചെയ്യുന്നതെങ്കിലും ഒരു 3-4 തവണയെങ്കിലും ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് നിർത്തി ഇളക്കിയിട്ട് കൊടുത്തിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇവിടെ ഇത് നമ്മൾ ഈ ഒരു പരുവത്തിൽ ചെറിയൊരു തരിതരിയോടുകൂടി അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് പേസ്റ്റായി പോയിട്ടൊന്നുമില്ല. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ചെറിയൊരു സവാളയാണ് ഇപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത്. ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. വലിയൊരു സവാളയാണെങ്കിൽ അതിൻ്റെ ഒരു പകുതിയൊക്കെ എടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് 3 വെളുത്തുള്ളിയുടെ അല്ലി നമുക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അടുത്തതായിട്ട് ഒരു പിടി മല്ലിയിലയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ എടുക്കുന്നത് ഒരു പിടി പാഴ്സ്ലി ആണ്. ഈ പാഴ്സ്ലി കടകളിലൊക്കെ വാങ്ങാനായിട്ട് കിട്ടും. ഇനി കിട്ടിയില്ലെങ്കിൽ മല്ലിയില മാത്രം ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഇതും നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അടുത്തതായിട്ട് ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. ഇതിന് പകരം വേണമെങ്കിൽ നമുക്ക് പാപ്രിക്ക പൗഡറും ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചത് ചേർക്കാം. ഒരു 1/4 മുതൽ 1/2 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ അടുത്തതായിട്ട് ഒരു 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഒരു 1-1.25 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ കടലമാവ് പൊടിയാണ് ചേർക്കുന്നത്. ഇത് നമുക്കൊരു ബൈൻഡിങ്ങിന് വേണ്ടിയാണ് നമ്മളിത് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ഇത് ബോൾസ് ആയിട്ട് ഉരുട്ടിയെടുക്കുന്ന സമയത്ത് ബൈൻഡിങ്ങിന് ഹെൽപ്പ് ചെയ്യാനായിട്ടാണ്. അപ്പോൾ ഇപ്പോൾ ഇവിടെ നമ്മൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിനി ഇത് ഒന്നും കൂടി ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കാനായിട്ട് പാടില്ല. അപ്പം നമ്മൾ ഇതിനകത്ത് കുറേ ഇലകളൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് പല തവണ നിർത്തി ഇളക്കിയിട്ട് കൊടുത്തിട്ട് വേണം ഇത് ഗ്രൈൻഡ് ചെയ്തെടുക്കാനായിട്ട്. എന്നാൽ ഇത് പേസ്റ്റായി പോകാനും പാടില്ല. നല്ലൊരു കരികരിപ്പായിട്ട് തന്നെ വേണം നമ്മളിത് ഗ്രൈൻഡ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇപ്പോൾ ഇവിടെ നമ്മളെല്ലാം നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, പേസ്റ്റൊന്നും ആയി പോയിട്ടില്ല. എന്നാൽ ചെറിയൊരു തരിതരിയായിട്ടാണ് നമ്മളിത് അരച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനി നമ്മൾ ചെറിയ ബോൾസ് ആയിട്ട് ഉരുട്ടിയെടുക്കാനുള്ളതാണ്. അപ്പോൾ നമ്മളിതൊന്ന് ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് നോക്കിയാൽ നമുക്കിത് കണ്ടില്ലേ ഇതുപോലെ ഉരുട്ടിയെടുക്കാനും പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമ്മളിത് റെഡിയാക്കി എടുക്കേണ്ടത്. ഇനി ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇത് നമ്മളൊരു 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാൻ പോവുകയാണ്. മിനിമം ഒരു 1/2 മണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ മതിയാവും. അപ്പോൾ ഇതിനകത്തുള്ള വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് ഇത് നമുക്ക് നന്നായിട്ട് ഷേപ്പ് ചെയ്തെടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ ഇതിനകത്ത് നമ്മൾ ചേർത്തിരിക്കുന്ന മസാലകളൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കുകയും ചെയ്തോളും. അപ്പോൾ ഇതൊരു ക്ലിംഗ് ഫിലിം വെച്ചിട്ട് ഒന്ന് റാപ്പ് ചെയ്തിട്ട് നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കാം.
പിന്നെ ഇത് വൈകുന്നേരം വറക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇത് പകൽ തന്നെ എപ്പോഴെങ്കിലും രാവിലെയോ ഉച്ചയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇത് പ്രിപ്പയർ ചെയ്ത് വെക്കാൻ പറ്റും. അതിനുശേഷം ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് വറക്കുന്നതിന് കുറച്ച് മുമ്പ് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ട് വറുത്താൽ മതി. പിന്നെ ഇത് നമ്മൾ വറക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമുക്കൊരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കണം. അത് വറക്കുന്നതിന് തൊട്ട് മുമ്പ് മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. അപ്പം നമുക്ക് ഫലാഫലിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഒരു തഹീനി സോസും കൂടി ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് തഹീന പേസ്റ്റ് ആണ്. അപ്പോൾ ഇത് ഇവിടങ്ങളിലൊക്കെ വാങ്ങാൻ കിട്ടും. ഇനിയിപ്പം നാട്ടിൽ അടുത്തെങ്ങും വാങ്ങാൻ കിട്ടുന്നില്ലെങ്കിൽ ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെളുത്ത എള്ള് അരച്ചെടുത്ത പേസ്റ്റാണ്. അപ്പോൾ ഒരു 2-3 ടേബിൾ സ്പൂൺ വെളുത്ത എള്ള് എടുത്തിട്ട് ഒന്ന് 4-5 മിനിറ്റ് നേരം ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ഇതിൻ്റെ കൂടെ ഒരു ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലും കൂടി ചേർത്ത് അരച്ചെടുത്ത് കഴിഞ്ഞാൽ തഹീന പേസ്റ്റ് റെഡിയായി. അപ്പോൾ ഈ തഹീന പേസ്റ്റ് വെച്ചിട്ടാണ് നമ്മളിന്ന് തഹീന സോസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് എടുക്കുന്ന സമയത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം, കാരണം ഓയിൽ ഇങ്ങനെ പൊങ്ങി കിടക്കുന്നുണ്ടാവും. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇവിടെ ഇതാ ഈ ഒരു വലിപ്പത്തിലുള്ള ഒരു വെളുത്തുള്ളി എടുത്ത് അരച്ചെടുത്തതാണ് ഇതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇത് ഒരു പകുതി നാരങ്ങ പിഴിഞ്ഞ ജ്യൂസാണ് ഇപ്പോൾ ഈ ബൗളിലുള്ളത്. അതിൽ നിന്ന് നമുക്കൊരു ടേബിൾ സ്പൂൺ നാരങ്ങ നീര് ഇപ്പോൾ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ പിന്നെ ചേർക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇത് നല്ലൊരു തിക്ക് പേസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇനി ഇത് നമുക്ക് കട്ടകളൊന്നും ഇല്ലാണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ ഇവിടെ ഇത് നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 2 നുള്ള് ജീരകം പൊടിച്ചതും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ പാകത്തിനുള്ള ഉപ്പും നാരങ്ങാനീരും തൈരും ഒക്കെ ചേർത്ത് നല്ല ഒരു ടേസ്റ്റ് വരുന്ന രീതിയിൽ നല്ലൊരു സോസിൻ്റെ കൺസിസ്റ്റൻസി ആക്കി എടുക്കണം. അപ്പോൾ ഇപ്പം ഞാൻ ഇതിൻ്റെ ടേസ്റ്റ് നോക്കിക്കഴിഞ്ഞപ്പോൾ ഉപ്പും നാരങ്ങാനീരും എല്ലാം നല്ല കറക്റ്റ് പാകത്തിനായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തഹിനി സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫലാഫലിൻ്റെ കൂടെ പറ്റിയ നല്ലൊരു കോമ്പിനേഷനാണ് ഈ തഹിനി സോസ്. പിന്നെ അതല്ലെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ഹമൂസിൻ്റെ കൂടെയും ഒക്കെ നമുക്കിത് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഞാനൊരു നുള്ള് ജീരകം പൊടിച്ചതെടുത്തിട്ട് ഇതൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന ആ ഫലാഫലിൻ്റെ കൂട്ട് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു 3/4 മണിക്കൂറൊക്കെ സമയമായി. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ കൈകൊണ്ട് തന്നെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൈയൊക്കെ ഒന്ന് കഴുകി തുടച്ചെടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി ഇതെല്ലാം നമുക്ക് നല്ല ചെറിയ ചെറിയ ബോൾസ് ആയിട്ടൊന്ന് ഉരുട്ടിയെടുക്കണം. ചെറിയൊരു ചെറുനാരങ്ങ വലുപ്പത്തിലാണ് നമ്മളിതെല്ലാം ഉരുട്ടിയെടുക്കാൻ പോകുന്നത്. പിന്നെ എല്ലാം ഉരുട്ടുന്ന സമയത്ത് എല്ലാം ഒരേ അളവ് തന്നെ എടുത്തിട്ട് ഉരുട്ടിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഇപ്പോൾ ഇവിടെ നമ്മളിതാ ഒരു നല്ലൊരു ഷേപ്പിൽ ബോൾ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. പിന്നെ ഇനി ഇത് നമുക്ക് കട്ട്ലറ്റിൻ്റെ ഷേപ്പിലും ഇത് ഷേപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. ഒന്ന് ചെറുതായിട്ടൊന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം പതുക്കെ കൈകൊണ്ടൊന്ന് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് ഒരു കട്ട്ലറ്റിൻ്റെ ഷേപ്പും ആക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് റൗണ്ട് ഷേപ്പിലോ കട്ട്ലറ്റിൻ്റെ ഷേപ്പിലോ ആക്കി എല്ലാം ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഫലാഫൽ ഉണ്ടാക്കുന്ന ഒരു മോൾഡ് നമുക്ക് കടയിൽ നിന്ന് വാങ്ങാനായിട്ട് കിട്ടും. ഫലാഫൽ മേക്കർ എന്ന് പറയും. അപ്പം അത് ഫലാഫൽ ഷേപ്പ് ചെയ്തെടുക്കാനുള്ള ഒരു മോൾഡാണ്. അപ്പോൾ സ്ഥിരമായിട്ടൊക്കെ ഫലാഫൽ ഉണ്ടാക്കുന്നവരാണെങ്കിൽ അത് വാങ്ങി വെച്ചിട്ട് ഷേപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ ഇത് ഉരുട്ടിയെടുക്കുന്ന സമയത്ത് നമുക്കിത് ബൈൻഡിങ്ങിന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് തോന്നുവാണെങ്കിൽ കുറച്ചും കൂടി ഒന്ന് കടലമാവ് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് മിക്സ് ചെയ്തിട്ട് വീണ്ടും ഉരുട്ടിയെടുക്കുക. അപ്പോൾ ഇപ്പോൾ ഇവിടെ നമ്മളെല്ലാം നല്ല ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. 22 ഫലാഫൽ ബോൾസാണ് നമ്മൾ റെഡിയാക്കി എടുത്തിരിക്കുന്നത്. ഇനി ഇത് നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ട് നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഒരു ബോൾ എടുത്തിട്ട് ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് കൈകൊണ്ട് ഡയറക്റ്റ് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാതെ ഒരു സ്പൂണിൽ വെച്ചതിന് ശേഷം പതുക്കെ ഇതുപോലെ എണ്ണയിലേക്ക് വെച്ച് കൊടുക്കാം.
അല്ലെങ്കിൽ അത് ചിലപ്പോൾ പൊട്ടിപ്പോകും. അപ്പോൾ ഇപ്പോഴാണ് ഞാനിവിടെ നേരത്തെ പറഞ്ഞ ആ ഒരു മിസ്റ്റേക്ക് ചെയ്യുന്നത്. സാധാരണ നമ്മൾ എണ്ണപ്പലഹാരം ഉണ്ടാക്കുന്ന സമയത്ത് എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വേണമല്ലോ നമ്മൾ ആ മാവൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പം ഇട്ട് കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ ചുറ്റും നന്നായിട്ട് ബബിൾസൊക്കെ വന്ന് നന്നായിട്ട് അത് കിടന്ന് തിളയ്ക്കണം. അപ്പം ഞാൻ ഇത് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് കണ്ടില്ലേ, ഒട്ടും തന്നെ ബബിൾസ് ഇല്ലാണ്ട് ഒട്ടും തന്നെ അത് നന്നായിട്ട് തിളയ്ക്കുന്നില്ല. അപ്പം നന്നായിട്ട് ആ ഒരു ടെമ്പറേച്ചർ എത്തുന്നതിന് മുമ്പ് ഞാൻ അറിയാതെ ഇട്ടുപോയി. അപ്പം ഞാൻ ആദ്യം തന്നെ ഈ മാവിൽ നിന്ന് ഒരു നുള്ളെടുത്തിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിരുന്നു, എണ്ണ കറക്റ്റ് ചൂടായോ എന്ന് അറിയാനായിട്ട്. അപ്പോൾ അതിന് ചെറിയൊരു അനക്കമൊക്കെ കണ്ടപ്പോൾ ഞാൻ അത് കറക്റ്റ് ആയി എന്ന് ഓർത്തിട്ട് എല്ലാം ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. പക്ഷേ അത് കറക്റ്റ് ടെമ്പറേച്ചറിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമ്മളിത് കറക്റ്റ് ആവുന്നതിന് മുമ്പ് ഇട്ട് കൊടുത്തതിൻ്റെ കുഴപ്പം എന്താണെന്നുള്ളത് ഞാൻ ഇനി കുറച്ച് കഴിയുമ്പോൾ നിങ്ങളെ കാണിക്കാം. അപ്പം നമ്മളിത് ഈ ബോൾസ് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഉടനെ തന്നെ ഒന്ന് ഇളക്കിയൊന്നും കൊടുക്കരുത്. ഒരു 1-1.5 മിനിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മൾ പതുക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് അനക്കി കൊടുക്കാവുള്ളൂ. നമ്മളിത് ഒരു മീഡിയം ഫ്ലെയിം വെച്ചിട്ട് വേണം നമ്മൾ ഇനി ഇത് അങ്ങോട്ട് വറുത്തെടുക്കാനായിട്ട്. ഹൈ ഫ്ലെയിമിലൊക്കെ വെച്ചിട്ട് നമ്മൾ വറുത്തെടുത്തു കഴിഞ്ഞാൽ പുറം പെട്ടെന്ന് അങ്ങോട്ട് മൊരിഞ്ഞ് വരും, പക്ഷേ അകം ശരിക്കും വെന്തിട്ടുണ്ടാവില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഇപ്പോൾ ഇവിടെ കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് പതുക്കെ ഞാനിതൊരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് അനക്കിയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒന്ന് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടാവാതെ, അതായത് നല്ല കറക്റ്റ് ടെമ്പറേച്ചർ എത്താതെ ഇട്ടത് കൊണ്ട് ഉള്ള കുഴപ്പം ഇപ്പം നിങ്ങൾ കാണുന്നുണ്ടാവും. നമ്മുടെ ഫലാഫൽ ബോൾസ് എല്ലാം ഇങ്ങനെ പൊളിഞ്ഞ് കിടക്കുന്ന കണ്ടില്ലേ. അപ്പം നമ്മൾ ആ നല്ല ചൂടായ എണ്ണയിലേക്ക് ഇടാഞ്ഞതിൻ്റെ കുഴപ്പമാണത്. അപ്പോൾ സാധാരണ ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് വിചാരിക്കുക നമ്മളുണ്ടാക്കിയ ആ ഒരു കൂട്ടിന് എന്തെങ്കിലും കുഴപ്പമുണ്ടായിരുന്നോ, അല്ലെങ്കിൽ വെള്ളം കൂടി പോയിട്ടാണോ എന്നൊക്കെയാണ് നമ്മൾ വിചാരിക്കുക. ഇങ്ങനെ എണ്ണയിലേക്ക് ഇട്ട ഉടനെ ഇങ്ങനെ പൊട്ടിപ്പോകുന്ന കാണുമ്പോൾ. പക്ഷേ സംഭവം വേറെ ഒന്നുമല്ല, നമ്മൾ ആ എണ്ണ കറക്റ്റ് ചൂടാവുന്നതിന് മുമ്പ് ഇതിട്ട് കൊടുത്തതിൻ്റെയാണ്. അപ്പോൾ കണ്ടില്ലേ എല്ലാം ഇങ്ങനെ വായും പൊളിച്ച് കിടക്കുന്ന കിടപ്പ്. അപ്പോൾ ഇപ്പോൾ ഇവിടെ നമ്മുടെ ഫലാഫൽ ബോൾസ് എല്ലാം നന്നായിട്ട് മൂത്ത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്കെല്ലാം എണ്ണയിൽ നിന്ന് എടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഒരു പേപ്പർ ടവലിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഈ ഫലാഫൽ ബോൾസ് ഇതുപോലെ കുറച്ച് എള്ള എടുത്തിട്ട് അതിലൊന്ന് മുക്കിയിട്ടും ഇതുപോലെ പൊരിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഇത് ഞാൻ ഈ ചെയ്യുന്ന പോലെ ഒരു സൈഡ് മാത്രം മുക്കിയിട്ട് പൊരിച്ചെടുത്താലും മതി, അല്ലെങ്കിൽ മുഴുവനായിട്ട് മുക്കിയിട്ടും പൊരിച്ചെടുക്കാം. അപ്പോൾ ഇപ്പം ഞാൻ ഈ ഒരു ബോൾ ഇട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾ കാണുന്നില്ലേ, ഇത് നല്ല പോലെ എണ്ണ കിടന്നാൽ തിളയ്ക്കുന്നത്. അപ്പോൾ അതാ ഞാൻ ആദ്യത്തെ ട്രിപ്പിൽ ചെയ്ത സമയത്ത് ആദ്യത്തെ ബോൾ ഇട്ട് കൊടുക്കുമ്പോൾ ഇതുപോലെ ആ എണ്ണ കിടന്ന് തിളയ്ക്കുന്നില്ല. അപ്പോൾ ആ എണ്ണ കറക്റ്റ് ടെമ്പറേച്ചറിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ ഇപ്പോൾ ഈ കാണുന്ന പോലെ നമ്മൾ ആദ്യത്തെ ട്രിപ്പിൽ ഇട്ട് കൊടുക്കുമ്പോഴും ആ എണ്ണ നന്നായിട്ട് അത്രയും ഹീറ്റായിട്ട് ഉണ്ടാവണം. അപ്പോൾ ഇപ്പോൾ ഇവിടെ നമ്മൾ സെക്കൻഡ് ട്രിപ്പ് ഇട്ട് കൊടുത്തത് നന്നായിട്ട് മൂത്ത് റെഡി ആയിട്ടുണ്ട്. നമുക്കിതെല്ലാം കോരിയെടുക്കാം. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുന്നുണ്ടാവും, നമ്മുടെ ബോൾസ് ഒന്നും പൊട്ടിപ്പോയിട്ടില്ല, എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഒരു 3 പ്രാവശ്യമായിട്ട് നമ്മളിപ്പോൾ ഇവിടെ എല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഈ ഞാൻ എടുക്കുന്നത് നമ്മളൊരു പിക്കിളിട്ട് വെച്ചിരുന്നതാണ്. നമ്മുടെ കുക്കുംബറും ക്യാരറ്റും പച്ചമുളകും ഒക്കെ കുറച്ച് ഉപ്പും വിനാഗിരിയൊക്കെ ഒഴിച്ചിട്ട് പിക്കിളിട്ട് വെക്കുന്നതാണ്. ഇതുപോലെ ഫലാഫൽ അല്ലെങ്കിൽ ഷവർമയുടെ കൂടെയൊക്കെ കഴിക്കുമ്പം നല്ലൊരു കോമ്പിനേഷനാണ്. നമ്മളിവിടെ കടകളിൽ നിന്നൊക്കെ ഇത് വാങ്ങുന്ന സമയത്ത് ഫലാഫലിൻ്റെ കൂടെയും ഷവർമയുടെ കൂടെയൊക്കെ ഇത് തരാറുണ്ട്. ഇത് പിത്താ ബ്രെഡിന്റെ ഉള്ളിൽ വെച്ചിട്ട് സാൻഡ്വിച്ച് ആയിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പം ഞാൻ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. ഇതിൻ്റെ ഉൾഭാഗം ഇരിക്കുന്നത് നിങ്ങൾക്ക് കാണാമല്ലോ. ഇത് കണ്ടില്ലേ, നല്ല ഗ്രീൻ കളറിൽ ആണ് ഇരിക്കുന്നത്. പുറം നല്ല ക്രിസ്പിയാണ്, നല്ല ക്രിസ്പി ആയിട്ടുള്ള പുറവും ഉള്ളിൽ നല്ല ഗ്രീൻ കളറിലുള്ള നല്ല ഫലാഫൽ ഇവിടെ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ. പിന്നെ ഈ ഇടയ്ക്ക് പിക്കിൾസൊക്കെ കുക്കുംബറും ക്യാരറ്റും ഒക്കെ പിക്കിൾസൊക്കെ കൂട്ടി താഹിനി സോസിൽ മുക്കി ഇതുപോലെ കഴിക്കണം. നല്ല സൂപ്പർ ടേസ്റ്റ് ആണ്. അപ്പൊ എല്ലാവരും ഈ ഒരു അറബിക് ഡിഷ് ഒന്ന് കഴിച്ചു നോക്കണം. വീണ്ടും മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് കാണാം. ഓക്കെ, ടേക്ക് കെയർ, ബൈ ബൈ.